Come on, Kuchu, let's start today's vlog. അപ്പോൾ ഞാനും കുച്ചും വിപിനും കൂടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോവാണ്. പാട്ട് പാടണമെങ്കിൽ പാടിക്കോ നീ. ഓക്കെ, നമ്മൾ സ്റ്റേക്കേഷന് പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 hours ഡ്രൈവ് പോകണം ആ സ്ഥലത്തോട്ട്. അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ. ഒരു 18 എത്ര ഏക്കറാ കുച്ചു? 70 ഏക്കറിനകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്റെ ശല്യം നിങ്ങളെ വിട്ടു പോകുന്നില്ലല്ലേ? ഇന്നലെ വന്നു, ഇന്ന് വന്നു, നാളെയും ഞാൻ വരും. പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ല. ദിസ് ഇസ് കുച്ചു ഹിയർ. ബിബിൻ ഇപ്പൊ വരും. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ജേർണി. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി പകുതി ദൂരം എത്തി കേട്ടോ. പെൻസിൽവേനിയ ഇസ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. പെൻസിൽവേനിയ ഇസ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. പെൻസിൽവേനിയയുടെ ഉൾഭാഗത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഫാമുകളാണ് കേട്ടോ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആമിഷ് ആൾക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരുടെ ഫാമുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിവേ നമ്മളപ്പം യാത്ര ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. അപ്പം മീറ്റ് ചെയ്തിരിക്കുന്ന ഈ മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാഫ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനിയും പകുതി ദൂരം വീണ്ടും യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ ആദ്യമേ ഞാൻ പറഞ്ഞ 80 ഏക്കറുള്ള ആ സ്ഥലത്തോട്ട്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഇവരൊക്കെ മീറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. കോസ്കോ പിസയും ചിക്കനും ഒക്കെ ആയിട്ടാണ് ഇവർ വന്നത്. ഞാനൊന്നും കൊണ്ടുവന്നില്ല, അവർ കൊണ്ടുവന്നില്ല. ഞാൻ നല്ല കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഇതുവരെ നടന്നു. അപ്പം നമ്മൾ ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പാർക്കിന്റെ പരിസരത്താണ് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, എനിക്ക് ആ പാർക്കിനകത്ത് കയറാനായിട്ട് ഒരു ശ്രമം നടത്താം എന്ന് വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ മനസ്സിലായത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, പൈസ കൊടുക്കണം, ഫ്രീ അല്ലാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കാറില്ല. അപ്പം നമ്മൾ വീണ്ടും പോവാണ്. പക്ഷെ അമ്മ അകത്തൂടെ നോക്കിട്ട് നിന്നെ കണ്ടില്ല. നീ ഒളിച്ചിരുന്നാ കാറിനകത്ത്? നമ്മൾ നേരത്തെ ആ സ്റ്റേറ്റ് പാർക്കിൽ കയറാനായിട്ട് ഒരു ശ്രമം നടത്തിയെങ്കിലും ടിക്കറ്റിന് പൈസ കൊടുക്കേണ്ടത് കാരണം നമുക്ക് കയറാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമുക്കതൊരു സങ്കടം നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്കത് ഭയങ്കര ദുഃഖമായി മാറും. അത് കാരണം നമ്മളല്ല ചേട്ടൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ ചേട്ടൻ ഇങ്ങനെ തപ്പി, ഇതാണ് ചേട്ടൻ. അപ്പൊ ചേട്ടൻ ഇതിങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടിങ്ങനെ നോക്കുമ്പോൾ ഇതാണ് സിസ്ക്വിഖന്ന റിവർ എന്ന് പറയും. ഇതിവിടെ പെൻസിൽവേനിയയിലെ ഒരു വലിയൊരു റിവറാണ് കേട്ടോ. അപ്പൊ ആ റിവറാണ് ഈ കാണുന്നത്. അതിന്റെ താഴെ കൂടെ ഇങ്ങനെ കുഞ്ഞി ബോട്ടുകളൊക്കെ അത്യാവശ്യം വലുതാണ്. പക്ഷെ നമ്മളിങ്ങനെ മുകളിൽ കൂടെ നോക്കുമ്പോൾ അതിങ്ങനെ ചെറിയ ബോട്ടുകളായിട്ട് നമുക്കിങ്ങനെ തോന്നും. പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവിടെ തിരിഞ്ഞാലും ഭംഗിയാണ്. നമ്മളിപ്പം വെറുതെ വീട്ടിൽ ഇരുന്നാലും അതൊരു ഭംഗി തന്നെയാണ്. എന്തായാലും കേട്ടോ, നിങ്ങൾ സ്പീഡ് ബോട്ടുകളൊക്കെ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓടി പോകുന്ന കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും സ്വന്തം ബോട്ടുകളായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ബോട്ട് സർവീസ് അങ്ങനെയൊന്നും അല്ല. എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബോട്ടുകൾ. അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ വാഷ്റൂമിൽ പോവാം. അങ്ങനെ നമ്മൾ വാഷ്റൂമിന്റെ ഇവിടെ വന്ന് നിന്നപ്പോൾ അവിടെ വൻ ക്യൂ ആയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു സ്ഥലം ഒന്ന് വെറുതെ ഇങ്ങനെ കറക്കി കാണിക്കാന്ന്. അപ്പൊ നമ്മളിങ്ങനെ കറക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കറക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനെ അവിടെ കാണുന്നില്ല. ചേട്ടൻ എനിക്കൊന്ന് വാഷ്റൂമിലോട്ട് പോയ സമയമാണെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറെ നേരം അവിടെ നിൽക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തു ഗൈസ്. ഭയങ്കര മഴ. അപ്പൊ മഴ മാറട്ടെ മഴ പോവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ വീണ്ടും അവിടെ നിന്നു. പക്ഷെ മഴ പോകുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേനും നമ്മൾ മഴയത്ത് ഇറങ്ങി കുട പിടിക്കാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാലും മഴ നനഞ്ഞിങ്ങനെ നടക്കുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവര് 3 പേരും ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കുച്ചു സോറി ഗൈസ്, എനിക്ക് ചെറിയൊരു ചുമ പോലെ വന്നു. കുച്ചു അഞ്ജലിയും പിള്ളേർക്ക് പിന്നെ മഴ ഇഷ്ടമായിരിക്കുമല്ലോ, അവര് അതുവഴി ഓടി നടന്ന് തകർത്തു. അപ്പൊ എന്നിട്ട് നമ്മൾ വിചാരിച്ചു ഇപ്പം നമ്മുടെ മറ്റേ ഫാമിലി അനു ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവർക്കൊരു ചെറിയ കൊച്ചുണ്ട് കേട്ടോ ഇപ്പം. അപ്പൊ അവര് കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലോ ആയിട്ടാണ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നത്. അതിന്റെ ഇടയ്ക്ക് മഴ പെയ്തത്. എന്റെ തൊപ്പി എടുത്താ? അപ്പം നമ്മൾ അവിടെ ഒരു ഭയങ്കര കാടുണ്ട്, കുറേ വുഡ്സ്. അങ്ങോട്ട് പോവാണ്. ഐശ്വര്യ വാ കൊച്ചി, അഞ്ജലിയെ വിളിച്ചിട്ട് വാ. നല്ല തിക്ക് വുഡ്സ്. അങ്ങോട്ട് ഭയങ്കര കാടാണ്. ഇവിടെ കരടിയുള്ള കാടാണെന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാം അല്ലേ? പിള്ളേർ അങ്ങോട്ട് പോയി. ഞാനിവിടെ ഇങ്ങനെ കുറെ മരങ്ങളും എല്ലാം കൂടെ നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം കാട് എന്ന് പറയും. പക്ഷെ ഇവിടെയുള്ളവർ അതിനെ സ്റ്റേറ്റ് പാർക്ക് എന്നോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കാട് പോലെ സ്ഥലമാണെങ്കിൽ ട്രെയിൽ എന്നും അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാനിങ്ങനെ കാടെന്ന് പറയും. അപ്പൊ അത് നിങ്ങളെ ഒരു വിധത്തിൽ വഴിതെറ്റിക്കുന്ന പോലെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് കാടെന്ന് പറയാനാണ് ഇഷ്ടം. കാരണം കുറെ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു കാടല്ലേ.
പിന്നെ ഇവിടെ അങ്ങനെ ഭയങ്കര വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്ത കാടുകളാണ് കേട്ടോ. അപ്പൊ കൂടി വന്ന നമ്മുടെ കുറച്ച് കരടികൾ കാണും. അതിപ്പോ ഈ പുറമെ ഇവിടെ ഒന്നും കാണത്തില്ല. ഈ കാട്ടിൽ നിന്ന് ഈ ഇതിൽ നിന്ന് കുറെ ഉള്ളിലോട്ട് ട്രെയിൽസിലോട്ടൊക്കെ പോകുമ്പോഴേ അതൊക്കെ കാണത്തുള്ളൂ. അതല്ലാണ്ട് ഇപ്പം കരടി ഓടി വന്ന് ഇപ്പൊ എന്നെ പിടിച്ചോണ്ട് പോകാനൊന്നും പോകത്തില്ല. അഥവാ കരടി വന്നാലും കരടി എന്നെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ നമ്മൾ കരടി വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ ബോധം കെട്ട പോലെ അങ്ങ് കിടക്കണം, ശ്വാസം വിടരുത്, ഇങ്ങനെ കിടക്കണം എന്ന് എന്നോട് ആരോ പണ്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ട്രെയിൽസിലൊക്കെ പോകുമ്പം ഞാൻ അത്യാവശ്യം നല്ലൊരു പേടിയുള്ള ആളാണ്. അപ്പൊ എന്റെ മനസ്സിൽ കരടി വരും, പുലി വരത്തില്ലല്ലോ, പുലി ഇല്ലല്ലോ ഇവിടെ, അപ്പൊ കരടി വരും എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും, ഒറ്റ ബോധം കെട്ടങ്ങ് കിടക്കുക, അങ്ങനെ, മനസ്സിലായല്ലേ? അപ്പൊ കരടിക്ക് നമ്മുടെ അനക്കം ഇല്ലെന്ന് കാണുമ്പോൾ കരടി തിരിച്ചു പോകുമെന്നാണ് എന്നോട് ആരോ പറഞ്ഞത്. അത് എന്നെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, എന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് സഹായിക്കുന്നത് നമ്മുടെ അഞ്ജലിക്കുട്ടിയാണ്. ഉച്ചുവിന്റെ കൂടെ നടക്കുന്ന ആളാണ് അഞ്ജലി. അപ്പൊ നമ്മുടെ ചേട്ടന്റെ ചേച്ചിന്റെ മോളാണ് കേട്ടോ അഞ്ജലി. അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടി ഇങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് അഞ്ജലിക്ക് ഒരു ചെറുതായിട്ടൊന്ന് അഞ്ജലി വീണു, തട്ടി വീണു. അതോടെ നമ്മുടെ ഈ ഒരു സഞ്ചാരം ഇവിടെ അവസാനിക്കുകയാണ്. I'll meet them back there. അവരോട് പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നെന്ന്? മനു വന്നാ? ഡു യു വാണ്ട് നമ്മുടെ പുതിയ ഹൗസിൽ സ്റ്റേ ചെയ്യണ്ടേ? 5 room house. It's okay. അപ്പൊ നമ്മളെല്ലാരും നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇവര് മൂന്നുപേരും കൂടെ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അത്ര ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് അവര് ഇനി എവിടുന്ന് കാപ്പി കുടിക്കാൻ പറ്റും എന്നുള്ള ഒരു ഡിസ്കഷനാണ് അവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പം പിസ കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പം നമുക്ക് അടുത്ത കാപ്പി കുടിക്കണമല്ലോ. അപ്പൊ അങ്ങനെ, അതോ ഇനിയിപ്പം അടുത്ത സ്ഥലത്തോട്ടുള്ള വഴി സെറ്റ് ചെയ്യുമായിരുന്നു, എന്തോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്, ഫോർഗീവ് മീ. അപ്പൊ എനിവേ, നമ്മൾ കാറിൽ കയറി. അപ്പൊ മൂന്നുപേരും 3 കാറിലായിട്ടാണ് കേട്ടോ, നമ്മുടെ കാർ, അവരവരുടെ കാർ, അങ്ങനെ മൂന്ന് കാറിലായിട്ടാണ് നമ്മളിങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞാലും എന്താണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ. റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതെ, ഇതായിട്ട് വൈകിട്ട് കഴിക്കണ്ടേ, ഫുഡ് കഴിക്കണ്ടേ, ഡിന്നർ ചിന്തിച്ചിട്ടുണ്ട്, എല്ലാരും ചിന്തിക്കുന്നുണ്ട്. എന്റെ ഊഹ ശരിയായിരുന്നു. കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാവുള്ളൂ. അവിടെ അത് മാത്രമേ ഡിസ്കഷൻ നടക്കാറുള്ളൂ. എനിവേ, അപ്പൊ ഇനിയിപ്പോ അടുത്ത് എവിടുന്ന് കഴിക്കും, എന്ത് കഴിക്കും, എങ്ങനെ കഴിക്കും, അതൊക്കെയായിരുന്നു ഡിസ്കഷൻ. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഞാൻ ബിബിനോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ, ഇതൊക്കെ ഇവിടുത്തെ ഫാമുകളാണ് കേട്ടോ, ചോള കൃഷിയൊക്കെയാണ്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കണ്ടോളൂ, എങ്കിലും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഭയങ്കര കൺട്രി സൈഡിൽ പോയിട്ട് അവിടുത്തെ ഇങ്ങനെ ഭയങ്കര ലോക്കൽ റെസ്റ്റോറൻറ്റ് കാണും, ഫാമിലി റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു 5-6 മാസം മുന്നേ ഞങ്ങൾ അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിൽ ഒരു ഫാം ഹൗസിൽ പോയി താമസിച്ചായിരുന്നു. ഭയങ്കര ഒരു കുഗ്രാം എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു കുഗ്രാമത്തിൽ. എന്നിട്ട് അവിടുത്തെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ വൈകിട്ട് ഡിന്നർ കഴിച്ചു. എൻ്റെ ഈ 6 വർഷത്തെ അമേരിക്കൻ ജീവിതത്തിൽ ഇത്രയ്ക്കും നല്ലൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു എനിക്ക് അവിടെ നിന്ന്, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നത്. പക്ഷെ അത് നടന്നില്ല, സാരമില്ല. എന്നിട്ട് തന്നെ നമ്മളിപ്പം ഈ ഒരു സ്ഥലത്ത് വന്ന് നിർത്താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കെട്ടിടങ്ങളൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു വിക്ടോറിയൻ സ്റ്റൈലിലെ കെട്ടിടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഏതാണ്, മിഡിൽസ്ബർഗ് ആണ് ഈ സ്ഥലം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേ, അപ്പം നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി നടന്നു. കുച്ചു ഇറങ്ങി ഓടി തോന്നുന്നു. അവര് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ടിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുച്ചു അവരുടെ അടുത്തോട്ട് ഓടിയെത്തി. അപ്പം ഞാനിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്, ഞാനും വിപിനും കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് അങ്ങനെ പോവാണ്. അപ്പൊ ഇത് ഒരു സാറ്റർഡേ ആണ് കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇല്ല, ഞങ്ങൾ ഈ 5-6 പേര് മാത്രമേ ഉള്ളൂ. ഈ അമേരിക്കയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കും ഈ അമേരിക്ക മൊത്തം നമ്മൾ മാത്രമേ ഉള്ളൂ എസ്പെഷ്യലി ശനിയും ഞായറും ഒക്കെ പുറത്തിറങ്ങിയ. അപ്പൊ നമ്മൾ വേണ്ട ഈ ഒരു കഫേയിലോട്ട് അങ്ങ് കയറി. ഈ കഫേയിലോട്ട് കയറുമ്പോൾ ഇവരെന്താ ഇത്ര ചിരിക്കുന്നത്, എന്തിനാണ് എനിക്ക് ഓർമ്മയില്ല. എനിവേ, അവരെല്ലാവരും കയറുവാണ്. അനു കയറുന്നു, ചേച്ചി കയറുന്നു. ബിബിൻ ഞാൻ കയറിയിട്ടേ കയറത്തോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കയറിക്കോളൂ. അങ്ങനെ ബിബിനും കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും, കാപ്പി കുടിക്കാൻ പറ്റും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഡൈനിങ് സൗകര്യം ഇല്ലായിരുന്നു, നമുക്ക് സാധനം മേടിച്ചിട്ട് പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ കേക്ക്, കുക്കീസ്, അത് ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹോം മെയ്ഡ് കഫേ പോലത്തെ സംഭവമാണ്. അപ്പം നമുക്കിത് മേടിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഭയങ്കര സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. കാരണം ഇവർ പറഞ്ഞു ഇവിടെ നമുക്ക് ഫ്രീ കോഫി അവർ തരാമെന്ന്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു പരിപാടി മനസ്സിലായി കാണുമല്ലോ. ഈ ഫ്രീ എന്ന് പറയുമ്പോൾ എനിക്കെന്നല്ല, നമുക്ക് പൊതുവെ മലയാളികൾക്ക് ഒരു പ്രത്യേക ചായ്വ് കാണുമല്ലോ.
അപ്പൊ ഫ്രീ കോഫി കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമായി. ഇവരൊക്കെ കോഫി മേടിച്ചു, കുറെ പേര് കേക്ക് മേടിച്ചു, കുക്കീസ് മേടിച്ചു. കുച്ചു ഞാനും കൂടെ ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് കുക്കിയാണ് മേടിച്ചത്. കുച്ചുവാണ് മേടിച്ചത്. അവന്റെ കയ്യിരിക്കുന്നത് തന്നില് കണ്ടില്ല. എന്നിട്ട് അവൻ അവിടെ നിന്ന് തന്നെ ഇറങ്ങി അവിടെ കൈയൊക്കെ കൊട്ടി തകർത്ത് അവിടെ വന്നിരുന്ന് കാറി പോലും കയറിയിട്ടില്ല. അപ്പൊ അവിടെ ഏതെങ്കിലും സ്ട്രീറ്റിൽ ഉടനെ ഒരു കസേരയും മേശയും കണ്ടപ്പോഴത്തേനും നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ ഇവിടെ ഇരുന്ന് ഇത് കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്നുള്ള ഒരു ഭാവത്തിൽ അവൻ അവിടെ ഇരുന്നു. പക്ഷെ നമ്മൾ അവനെ അവിടെ അങ്ങനെ ഇരുത്തത്തില്ലല്ലോ. അവനെ നമ്മൾ പൊക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നടന്ന് പിന്നെ നമ്മുടെ കാറിന്റെ അകത്തോട്ട് പോവാണ്. അപ്പൊ ഇവിടുത്തെ പൂക്കളൊക്കെ കണ്ടോളൂ. ഇവിടെ മനുഷ്യന്മാരൊന്നും ഇല്ലെങ്കിലും ഇവരിങ്ങനെ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഒട്ടും മോശമല്ല കേട്ടോ. എല്ലായിടത്തും പൂക്കൾ വെച്ചോളും. അപ്പൊ ഇതാണ് ഞാൻ അവിടുന്ന് കഫേന്ന് കുച്ചു മേടിച്ച കേക്ക്. അവസാനം ഞാനും കുച്ചുവും കൂടെ അടിപൊളിയായി. കാരണം കുച്ചുവിനും കൊതിയാണ്, എനിക്കും കൊതിയാണ്. അപ്പം എന്റെ വീട്ടിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാൽ കുച്ചുവിന് എന്നെ പേടിയാണ്. അവൻ അവിടെ വെച്ചിട്ട് പോകുമ്പോഴത്തേന് അവനൊരു സാധനം മേടിക്കുകയാണെങ്കിൽ അവൻ ബിബിനോട് പറയും, അമ്മയെ സൂക്ഷിക്കണം, അമ്മയെ അതെടുക്കുന്നു. അതോ ഞാനൊരു സാധനം വെച്ചിട്ട് കഴിക്കാനുള്ള സാധനം മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ബിബിനോട് പറയും, കുച്ചുവിനെ സൂക്ഷിക്കണം, കുച്ചു എടുക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു നല്ലൊരു ഒരു മനപ്പൊരുത്താണ്. അങ്ങനെ ഇതിപ്പോ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടാണ് കയറുന്നത്. മനസ്സിലായോ ഗൈസ്? നമ്മള് ദേണ്ടേ ഞാൻ പറഞ്ഞ 70 ഏക്കറിന്റെ ആ പ്രോപ്പർട്ടിക്കകത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു 70 ഏക്കറിനകത്തുള്ള 70 80 ഞാൻ തിരിച്ചു മറിച്ചു 70 80 എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ 80 ആയിരുന്നു കേട്ടോ, അത് 70. എനിവേ, അപ്പം ആ പ്രോപ്പർട്ടിക്കകത്തോട്ട് ഞാൻ കയറുന്നുണ്ട്. അപ്പൊ ഈ വീടിന്റെ അകം നിങ്ങൾക്ക് കാണുന്ന അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ ഈ വീടിന്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ അതിമനോഹരമായ 70 ഏക്കറുള്ള കാടിന് നടുക്കുള്ള ഈ വീട്ടിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മള് ഇങ്ങനെ ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങണം, വണ്ടി ഇറങ്ങണം. അപ്പൊ നമ്മൾ ഒത്തിരി പ്രതീക്ഷകളോടെ, നമ്മളൊരു പുതിയ വീട്ടിലോട്ട് കയറുന്ന ഒരു പ്രതീക്ഷയോടെ ഭയങ്കര സന്തോഷത്തോടെ കയറുവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, എന്തോ കാര്യമായിട്ടൊന്നും കാണത്തില്ല. അപ്പം നമ്മുടെ വീടിനകത്ത് ചേട്ടനാണ് വീട് തുറന്ന് നമ്മളെല്ലാവരെയും അകത്തോട്ട് കയറ്റി ഓരോരുത്തരായിട്ട് കയറുവാണ്. അനു കയറുന്നു, ബിബിൻ കയറുന്നു. ഇവിടെയും ഞാൻ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. എല്ലായിടത്തും ഞാനാണ് അവസാനം കയറുന്നത്. അപ്പം ഈ വീടിന്റെ ഹോം ടൂർ ഞാൻ ഇപ്പൊ ഇവിടെ തരത്തില്ല എന്ന് ഇവിടെ എവിടെയോ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കേൾക്കൂ. ഞാൻ മടുത്തു വോയിസ് ഓവർ തന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വീടിന്റെ ഒരു ഹോം ടൂർ പിന്നെ തരാം. ഈ വീടിനകത്ത് കയറിയപ്പോഴേ നമ്മുടെ സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം, ഈ ഒരു ഗ്ലാസ് റൂം. അപ്പൊ ഈ ഗ്ലാസ് റൂം എന്ന് പറയുമ്പോൾ ചുറ്റിനും ഗ്ലാസ് ആയിരിക്കും. അപ്പൊ നമുക്കിങ്ങനെ നിങ്ങൾ എൻ്റെ ഹോം ടൂർ കണ്ടാൽ മതി കേട്ടോ, അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ പുറത്ത് നമുക്ക് മരങ്ങളും പറമ്പൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാം. ഈ വീട്ടിൽ നമ്മൾ വന്ന് കയറിയത് ഒരു 3 മണിക്ക്, പിറ്റേ ദിവസം 11 മണിയായപ്പോൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു. അതിലൊരു 90% ഓഫ് ദ ടൈം നമ്മൾ ആ ഗ്ലാസ് റൂമിനകത്തായിരുന്നു. അങ്ങനെ റൂമൊക്കെ നമ്മൾ വീതിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു 70 ഏക്കർ ഇതിന്റെ ചുറ്റിലും എന്തൊക്കെയാ ഉള്ളത് എന്ന് കണ്ടു കളയാന്ന് വിചാരിച്ച് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങുവാണ്. അപ്പം പോകുന്ന വഴിക്കൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടെ ഒറ്റയ്ക്കല്ല വന്ന് താമസിക്കുന്നത്, ഇതൊരു കാടിന്റെ നടുക്കാണ്. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ധൈര്യം ഉള്ളവരായത് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വരും എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ധൈര്യശാലി എന്നുള്ള ഒരു ഭയങ്കര ഒരു ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എനിവേ, അപ്പം ദേണ്ട ഇങ്ങനെ ഒരു എന്താ നമ്മുടെ മൗഗ്ലിയിലും ടാർസനിലും ഒക്കെ ഉള്ള പോലെ ഒരു സംഭവം തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ അത് ഞാൻ പറഞ്ഞു നമുക്ക് അതിനകത്ത് തൂങ്ങി ആടാന്ന്. അപ്പം തൂങ്ങി ആടാൻ പറ്റുമെന്ന് നോക്കിയതാണ്, പക്ഷെ അത് പൊളിഞ്ഞ് താഴെ വീണു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന ലക്ഷ്യമൊക്കെ അങ്ങ് മറന്നു. പോയ വഴിക്ക് മൊത്തം പിന്നെ റാസ്ബെറി ഇങ്ങനെ നിറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്ക് റാസ്ബെറി. അത് കണ്ടപ്പോഴത്തേനും എന്താണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മളെ വിചാരം നമ്മളിങ്ങനെ റാസ്ബെറി പറിക്കാനായിട്ട് വന്ന ആൾക്കാരാന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ റാസ്ബെറി പറിക്കല്, റാസ്ബെറി പറിക്കുന്നു, റാസ്ബെറി കഴിക്കുന്നു, റാസ്ബെറി പറിക്കുന്നു, റാസ്ബെറി. അങ്ങനെ നിന്നുമൊക്കെ റാസ്ബെറി പറിച്ചും കഴിച്ചു. നമ്മൾ ഈ 70 ഏക്കർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അങ്ങ് മറന്നുപോയി. അവസാനം റാസ്ബെറി കഴിച്ചു, കുറെ റാസ്ബെറി പിറക്കിയും നമ്മൾ തിരിച്ച് വീട്ടിലോട്ടങ്ങ് പോന്നു. വീട്ടിലോട്ട് പോന്നിട്ട് ഞാനും ബിബിനും കൂടെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് പുറത്തെ തിണ്ണയിൽ ഊഞ്ഞാലിരുന്ന് ആടാൻ തുടങ്ങി. പിന്നെ എനിക്ക് വന്ന ബിബിനോട് ചോദിക്കുന്ന മൊത്തം ഈ ഒരു വീടിനെ കുറിച്ചാണ്. എനിക്ക് കുറച്ച് ഇങ്ങനെ ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആളാണ്.
അപ്പം ഞാൻ നിങ്ങൾ എൻ്റെ ഹോം ടൂർ അല്ല, എൻ്റെ ഹോം ടൂർ അല്ല, ഈ വീടിൻ്റെ ഹോം ടൂർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇങ്ങനെ ഒരു കാറൊക്കെ പാർക്ക് ചെയ്യുന്ന വലിയൊരു കെട്ടിടമുണ്ട്. അതെന്താണ്, അതാര് പണിതയാണ്, അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. വിപിനെ ഞാനങ്ങ് ഉത്തരം മുട്ടിച്ചു. അവസാനം വിപിൻ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് വിപിൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാട്ടിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു നിമിഷം വിപിൻ വിചാരിച്ചു കാണുമായിരിക്കും, ഈ കാട്ടിലോട്ട് ഓടി എങ്ങോട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടാലോ, ഈ 80 ഏക്കറിന് അകത്ത് പോയി എവിടെയെങ്കിലും കുളിച്ചിരുന്നാളെന്നൊക്കെ തോന്നിക്കാണുമായിരിക്കും. സാരമില്ല, സ്വാഭാവികം, പലപ്പോഴും വിപിനെ തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനിങ്ങനെ പിടിവിടത്തില്ലല്ലോ, ഞാൻ പുറകെ കൂടത്തില്ലേ. എനിവേ, അപ്പൊ നമ്മളിവിടെ ഒരു കാഴ്ച കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വേലി അവർ കെട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പിന്നെയും സംശയം, ഇത് ഇലക്ട്രിക് വേലിയാണോ അതോ സാധാരണ വേലിയാണോ? എന്തായാലും നമ്മൾ ആ സംശയവും ചോദ്യമൊക്കെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഈ കാർ എടുത്തങ്ങ് പോവാണ്. നമ്മൾ കുറച്ചുപേര്, ഞാനും വിപിനും ആനന്ദും ചേട്ടനും മനുവും, നമ്മൾ ഇത്ര പേരും കൂടെ എവിടെയാ പോയെന്ന് വെച്ചാൽ നമ്മൾ നേരെ പോയത് ഒരു ഗ്രോസറി ഷോപ്പിലോട്ടാണ്. അപ്പൊ നമ്മൾ അവിടെ വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ വീടിന്റെ മുറ്റത്ത് നമ്മൾ കണ്ടുപിടിച്ചു അവിടെ ഫയർ പിറ്റ് ഉണ്ട്, ഫയർ വുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ, എങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ ബാർബിക്യൂ ചെയ്താലോ എന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ചിക്കൻ കളക്ട് ചെയ്തു, ചിക്കൻ മേടിച്ചു. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു, ഇവിടെ എന്തോ ഞാൻ പറയുന്നുണ്ട്, കാര്യമായിട്ടൊന്നും ഇല്ലായിരിക്കും, ഞാൻ ഇവിടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എനിവേ, ചിക്കൻ മേടിച്ചു. അപ്പം വിപിന് പെട്ടെന്നൊരു വിഷമം, നാളെ രാവിലെ എന്ത് കഴിക്കും എന്നുള്ള ചിന്തയാണ്. എനിക്ക് പിന്നെ അതൊരു വിഷയമല്ല, കാരണം ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ആളാണ്. രാവിലെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ എനിക്കത് വലിയ വിഷയമല്ല. പക്ഷെ വിപിന് അത് ഭയങ്കര വിഷയമാണ്. അപ്പൊ നമ്മൾ ചിക്കനൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ചിക്കൻ കട്ട് ചെയ്യുവാണ്. ഇങ്ങനെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് ഞാനായിരിക്കും. അവസാനം നമ്മുടെ കയ്യിൽ മസാല ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു മെയിൻ എൻ്റെ ഒരു അസിസ്റ്റന്റ് ഷെഫിന്റെ പോലെ എപ്പോഴും മനു ഇങ്ങനെ ഓടി വരും, എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡയറക്ഷൻ തരും. പിന്നെ എൻ്റെ വീട്ടിൽ സ്ഥിരം അസിസ്റ്റന്റ് ഷെഫ് ഉണ്ടല്ലോ, നമ്മുടെ കുച്ചു എന്തോ ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. എനിവേ, അപ്പൊ നമ്മുടെ കയ്യിൽ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പക്ഷെ കുറെ ഇറ്റാലിയൻ സീസണിങ്ങും ഒക്കെ ഇവിടുത്തെ ഈ ഒരു കിച്ചന്റെ കബോർഡിലുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ടതിന്റെ ധൈര്യത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നതും ചിക്കൻ കട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇവിടെ ഇരിക്കുന്ന മസാലയൊക്കെ വെച്ചിട്ട്, ഇന്ത്യൻ മസാല ഒന്നും ഇല്ലെങ്കിലും ഇവിടെ ഉള്ളവരുടെ മസാലയൊക്കെ വെച്ചിട്ട് അതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് വന്നിട്ട് ഞാനിങ്ങനെ ചിക്കൻ കഷ്ടപ്പെട്ട് കട്ട് ചെയ്യുന്ന കണ്ടിട്ട് വിപിൻ വന്നിട്ട് എന്നെ കട്ട് ചെയ്ത് സഹായിക്കുകയാണ്. വിപിൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. വിപിൻ എന്നെ വന്നിട്ട് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും, പാവം എൻ്റെ വിപിൻ. എനിവേ, അപ്പൊ നമ്മളിങ്ങനെ ചിക്കൻ കട്ട് ചെയ്യുന്നു. അപ്പൊ എൻ്റെ സ്ഥിരം പരിപാടി, ഞാൻ ഇങ്ങനെ വിപിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ അഞ്ജലിക്കുട്ടിയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത്. അഞ്ജലിക്കുട്ടി ഇടയ്ക്ക് വന്നിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ മറന്നുപോയി. യെസ്, ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് വൈകിട്ട് ഡിന്നറിനുള്ള ഫുഡ് ആക്ച്വലി ഈ ചൈനീസ് ഫുഡാണ്. നമ്മൾ ഈ ബാർബിക്യൂ ചെയ്യുന്നത് വെറുതെ ഒരു തമാശക്കാണ്. കാരണം നമ്മൾ ബാർബിക്യൂ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ബാർബിക്യൂവിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ഹോപ്പില്ല. പണ്ടും നമ്മളിങ്ങനെ കഴിഞ്ഞ വർഷം ഒരു തവണ ഇങ്ങനെ ബാർബിക്യൂ ചെയ്തിട്ട് അത് നല്ല കുളമായിരുന്നു. അപ്പൊ നമ്മുടെ ബാർബിക്യൂവിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഇന്നത്തെ ഡിന്നർ കുളമാവും. അത് കാരണം തന്നെ നമ്മൾ ചൈനീസ് ഫുഡ്, ഇവരുടെ എല്ലാവരുടെയും മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടം ചൈനീസ് ഫുഡാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചൈനീസ് ഫുഡ് മേടിച്ചിട്ട് വന്നിട്ട് അതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ബാർബിക്യൂ ചുമ്മാ ഒരു രസത്തിന് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യമേ നമ്മൾ ചൈനീസ് ഫുഡ് കഴിച്ച് നമ്മുടെ വയറ് നിറയ്ക്കും. പിന്നെ ചിക്കൻ നമ്മൾ അവിടെ എന്തായാലും ക്യാമ്പ് ഫയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ചിക്കൻ കൂടെ വെച്ചിട്ട് അങ്ങ് ചെയ്യാം. അത്രേ ഉള്ളൂ, നമ്മുടെ ചിക്കന്റെ കാര്യം അത്രേ ഉള്ളൂ, ഒരു തമാശ പോലെ. അപ്പൊ നമ്മുടെ അനുക്കുട്ടിയാണിത്. ഇതെല്ലാം ഇങ്ങനെ തുറന്നു വെക്കുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഷ്രിമ്പിന്റെ ഒരു ഐറ്റം ഉണ്ട്, ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട്, ബീഫിന്റെ ഒരു ഐറ്റം ഉണ്ട്, പിന്നെ ചൈനീസ് സ്റ്റോർ എന്ന് അവര് റൈസ് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പൊ ചേച്ചിയാണ് ഇങ്ങനെ വിളമ്പി തരുന്ന ആള്. നമ്മൾ ചേച്ചിയോട് പറയായിരുന്നു, ചേച്ചി ഇരിക്കൂ, ചേച്ചി വിളമ്പി തരണ്ട. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കുവാണ് ഗൈസ്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഫയർ പിറ്റിൽ തീ കത്തിക്കാൻ പോവാണ്. അപ്പൊ മനുവിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ ക്യാമ്പ് ഫയറും തീ കത്തിക്കലും ഒക്കെ. എനിക്കും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മനുവിന് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ തീ കത്തിക്കുമ്പോൾ ഒരു നല്ല ഇങ്ങനെ അടുപ്പിന്റെ മണമൊക്കെ വരത്തില്ലേ. അപ്പൊ എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ, അടുപ്പിന്റെ അവിടെ നിന്ന് വരുന്ന മണം. അപ്പം നമ്മൾ തീ കത്തിച്ചു. യെസ്, അപ്പൊ ഇവിടെ തീ കത്തിക്കാനായിട്ട് നമ്മൾ തീപ്പെട്ടി ഈ സാധനങ്ങളും എല്ലാം ഇവിടുത്തെ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കെറസിനും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് വുഡ് ഇവിടെ വെച്ചേക്കുമല്ലോ, എന്താ തീ കത്തിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരുന്നു. മനു ജസ്റ്റ് ആ പിസയുടെ കവർ ഉണ്ടായിരുന്നു, ആ പേപ്പർ ആ ബേസ് ബോർഡ് അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ കെറസിൻ കുറച്ച് ആഡ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഈ ഒരു ഫയർവുഡ് പിറക്കി അങ്ങ് ഇട്ടു. ഫയർവുഡ് ആയതുകൊണ്ടായിരിക്കാം
ഇത് പെട്ടെന്ന് തീ പിടിച്ചു. നമുക്ക് ഇങ്ങനെ പണ്ട് നമ്മൾ അടുപ്പിൽ കിടന്ന് തീ കത്തിച്ച് കഷ്ടപ്പെടത്തില്ലേ, അതുപോലത്തുള്ള കഷ്ടപ്പാടൊന്നുമില്ല. വെരി ഈസി ആയിട്ട് നമ്മളെല്ലാവരും, പിള്ളേർക്ക് പിന്നെ അവരതങ്ങ് ആഘോഷമാക്കി. ഒരു തടി ഇടുന്നു, അടുത്ത തടി ഇടുന്നു. കുച്ചുവിന് പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയാത്ത, കൊച്ചു കണ്ണി കാണുന്നൊക്കെ പെറുക്കി ഇടാൻ തുടങ്ങി. മടലും കണ്ട കൊച്ചു കിടന്ന് ഓടുന്നുണ്ടല്ലോ, അവൻ അത് ചെയ്യണം ഇത് ചെയ്യണം. അല്ലേലും അവൻ പലതവണയായിട്ട് എന്നോട് ചോദിക്കുമായിരുന്നു, നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒരു ഇതുപോലത്തെ ഫയർ പിറ്റ് എങ്ങനെയെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അവൻ എന്നോട് അവന്റെ ആഗ്രഹമൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതെനിക്ക് നടത്തി കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും പക്ഷെ അവന്റെ ആഗ്രഹം അവൻ ഇവിടെ പൂർത്തീകരിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ അമേരിക്ക വന്നതിന് ശേഷം എനിക്കുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഒത്തിരി 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 എക്സ്പീരിയൻസും ഒത്തിരിയൊക്കെ എനിക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ ഇവിടെ അമേരിക്കയിലായിട്ട് എത്ര 5 years എബവ്, അല്ല 5 years കഴിഞ്ഞോ, 5 years കഴിഞ്ഞു. മോർ ദാൻ 5 years ആയി. എല്ലാം പല 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 ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു കാടിനകത്ത് 80 ഏക്കറുള്ള ഒരു കാടിനകത്ത് ഇങ്ങനെ ഒരു വീട്ടിൽ നമ്മളിങ്ങനെ താമസിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും, ഞാനും വിപിനും കൊച്ചും കൂടെ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കത്തില്ല. അപ്പം നമ്മളിങ്ങനെ പറയുമായിരുന്നു, നമ്മൾ ഇൻഡിവിജ്വൽ ഫാമിലി ആയിട്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കത്തില്ല. ഇപ്പം നമ്മൾ 3 ഫാമിലീസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. എങ്കിലും നമുക്ക് എവിടെയോ ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അയ്യോ എന്താവും, രാത്രിയാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ. ഇവര് വെറുതെ നമ്മൾ തമാശക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു കേട്ടോ. എനിവേ, ഒരു ഭയങ്കര ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആണ് ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ രസമല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഇരുന്നു, ക്യാമ്പ് ഫയർ, നമ്മൾ ബേസിക്കലി വേറെ ഒന്നുമല്ല, ഇരിക്കുക, തീ കത്തിക്കുക. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു കുറച്ചു നേരം ഇതിങ്ങനെ തീ കത്തിപ്പിടിച്ച് തീ ഒന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് തീയുടെ ഇന്റൻസിറ്റി കുറയുമ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ചിക്കൻ എടുത്തിട്ട് വന്നിട്ട് ഗ്രില്ല് ചെയ്യാം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര വിശപ്പൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ചിക്കൻ അല്ല ചൈനീസ് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ എല്ലാവരുടെയും വിശപ്പൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ചിക്കൻ ഗ്രില്ല് ചെയ്യുക എന്നതിനെക്കാട്ടിലും നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാണ്ട് ചിക്കൻ എടുത്തിട്ട് വന്നു. അപ്പോൾ ചിക്കൻ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഞാനാണ് ഇതിന്റെ അരപ്പൊക്കെ പറ്റിയെങ്കിലും എനിക്ക് ഒരു ഹോപ്പ് ഇല്ലായിരുന്നു. കാരണം അരപ്പ് നമ്മുടെ മസാലകളൊന്നും ഇല്ലല്ലോ, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് എന്തൊക്കെ ഞാൻ വാരിപ്പൊത്തി ഇട്ടെന്നല്ലാണ്ട്. അപ്പൊ അതിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കേണ്ട. അപ്പൊ അവർക്കും അറിയാം, അവർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നമ്മളിത് ചിക്കൻ മേടിച്ചു, ഇതൊരു ചടങ്ങ് പോലെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളിത് പിറക്കിയിട്ട് തീരുന്നില്ലല്ലോ ചേച്ചി. അപ്പൊ അവസാനം ചിക്കൻ അടുപ്പത്ത് കയറി. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ, എന്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇത് കണ്ട് നമ്മൾ ചിക്കനൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടൊരു ഫിലിമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി. അപ്പൊ